ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് കുറേയേറെ വീട്ടുവിശേഷങ്ങളും കുടുംബ വീട്ടുവിശേഷങ്ങളും എല്ലാം കൂടെ അടങ്ങിയ ഒരു വീഡിയോ ആണ് കേട്ടോ. ശനിയാഴ്ചത്തെ വീഡിയോ ആണ് ഞാൻ ഇടുന്നത്. ഞാൻ പറഞ്ഞിരുന്നു അന്നത്തെ വീഡിയോ അല്ല ഇടുന്നത്. അതുപോലെ തന്നെ കൂട്ടുകാരെ, കൃത്യം 11 മണിക്ക് തന്നെ ഞാൻ വീഡിയോ പോസ്റ്റ് ചെയ്യുന്നതാണ്. കഴിവതും എന്നും തന്നെ ഞാൻ വീഡിയോ ഇടാൻ ശ്രമിക്കും കേട്ടോ. വളരെ ചുരുക്കം മാത്രമേ വീഡിയോ ഇല്ലാതെ പോവുള്ളൂ. എന്തെങ്കിലും കറണ്ടിൻ്റെ പ്രോബ്ലമോ അല്ലെങ്കിൽ നെറ്റിൻ്റെ പ്രോബ്ലമോ ഒക്കെ ഉള്ളപ്പോൾ മാത്രമേ വീഡിയോ ഇടാതെ പോകുന്നുള്ളൂ. ഇപ്പോൾ ഇന്നിവിടെ ഓർമ്മിപ്പിക്കാൻ കാരണം പല കൂട്ടുകാരും എന്നെ വിളിച്ച് ചോദിക്കാറുണ്ട്, ഇന്ന് വീഡിയോ ഇട്ടില്ലേ, കാണുമ്പോൾ ചോദിക്കാറുണ്ട് എന്തേ 2-3 ദിവസമായല്ലോ വീഡിയോ ഇട്ടിട്ടെന്ന്. പക്ഷെ ഞാൻ കറക്റ്റായിട്ടും എന്നും 11 മണിയാകുമ്പോൾ തന്നെ വീഡിയോ ഇടാൻ ശ്രമിക്കും. ഇടയ്ക്ക് ഒരു ദിവസമൊക്കെ വീഡിയോ ഇടാതെ പോയിട്ട് മറക്കണ്ട, കൃത്യം രാവിലെ 11 മണിക്ക് തന്നെ ഞാൻ വീഡിയോ ഇടുന്നതായിരിക്കും. ശനിയാഴ്ച ആയതുകൊണ്ട് തന്നെ രാവിലെ ഫത്താഹിന് പള്ളിയിൽ പോകണമായിരുന്നു കേട്ടോ. പള്ളിയിൽ പോയ ശേഷം പണികളെല്ലാം തീർത്ത് ഞങ്ങൾ പള്ളിയിൽ നിന്ന് വിളിക്കാനായിട്ട് ഞാനും മോളും കൂടെയാണ് ഇറങ്ങിപ്പോയത്. അപ്പം ഞങ്ങൾ കാക്കുവിനോട് അനുവാദം ചോദിച്ചു, തറവാട്ടിലും എൻ്റെ വീട്ടിലും ഒക്കെ ഇന്ന് പൊക്കോട്ടെ എന്ന്. എന്നാൽ പോയിട്ട് വരാൻ പറഞ്ഞു. അങ്ങനെ താണ്ട് ഞങ്ങൾ വീട്ടിലേക്ക് പോകുന്നതാണ് കേട്ടോ. പള്ളിയിൽ പോയി ഫത്താഹിനെ വിളിച്ചുകൊണ്ട് വന്ന ശേഷം വേണം വീട്ടിലേക്ക് പോകാൻ. പള്ളി കറക്റ്റ് 12 മണിയാകുമ്പോൾ തന്നെ വിടും. അങ്ങനെ ഫത്താഹിനെയും വിളിച്ച് നേരെ തറവാട്ട് വീട്ടിലേക്കാണ് കേട്ടോ വന്ന് കയറിയത്. വന്ന് കയറി വീടിനകത്ത് ചെന്നപ്പോഴത്തേന് അത്താത്ത നല്ല ഉറക്കമായിരുന്നു. പിന്നെ ഇവിടെ ചിന്നമ്മ വന്നിട്ടുണ്ട്. അടിമാലിയിൽ നിന്ന് കൊച്ചോളിനുമാണ് കേട്ടോ വന്നേക്കുന്നത്. അപ്പോൾ ഇവിടെ എന്തോ ഗോതമ്പ് പായസം വെക്കുന്ന തിരക്കിലൊക്കെ ആയിരുന്നു. നുറുക്കൂജി ഗോതമ്പ് കൊണ്ട് നല്ല അടിപൊളി പായസം വെക്കാമെന്ന് പറഞ്ഞ് വിളിച്ച് വരുത്തിയതാണ് കേട്ടോ. എല്ലാവർക്കും ഇവിടെ കൂടെ അടിച്ച് പൊളിക്കാം എന്നൊക്കെ പറഞ്ഞ് ഇന്നലെ എന്നെ ഫോൺ ചെയ്തിരുന്നു. അങ്ങനെയാണ് ഞാൻ കാക്കുനോട് അനുവാദം ചോദിച്ച് വന്നത്. അപ്പോൾ ഞാൻ വീട്ടിൽ വന്ന് കയറിയ ഉടനെ വാപ്പച്ചി എന്നെ വിളിച്ചു, ഇപ്പറ വീട്ടിലേക്ക് വാ, വാപ്പച്ചി വീട്ടിലുണ്ട്. അപ്പം ഞാൻ വാപ്പച്ചീനെ കാണാനും പിള്ളേരുടെ കൂടെ ഒന്ന് കൂടിയിട്ട് പോകാമെന്ന് വിചാരിച്ച് വന്നതാണ്. എന്താണല്ലോ അത്താത്ത ഉറങ്ങുമല്ലേ. ഇതെന്നാണോ ഇവിടെ ആക്രിക്കടയോ? പത്താനെ തന്നാനെ ഇന്നെ ആക്രിക്കടയോടാ? എന്തൊക്കെയാണ് നിങ്കടി നേരെ ഒത്തിരി ദിവസമായില്ലേ കണ്ടിട്ട്? അതിൻ്റെയാ കുക്കു? ഒത്തിരി ദിവസമായില്ലേ നീ വന്നിട്ട്? അങ്ങനെ പിള്ളേരെയൊക്കെ കണ്ട് നേരെ അടുക്കള ചെന്നപ്പോൾ എന്നിട്ട് ഫസീന ഇവിടെ വലിയൊരു അംഗത്തിലാണ് കേട്ടോ. മുട്ട ബിരിയാണി വെക്കാനുള്ള പരിപാടിയിലാണ് ആശാത്തി. ഇവിടെ വേണ്ടി സവോളയും പച്ചമുളകും ഒക്കെ അരിഞ്ഞു കൂട്ടി വെച്ചിട്ടുണ്ട്. റൈസ് വേവിക്കാനായിട്ട് കുക്കറിൽ വെള്ളവും വെച്ചിട്ടുണ്ട്. റൈസ് നേരത്തെ തന്നെ കുതിർക്കാനായിട്ട് വെള്ളത്തിയിട്ട് വെച്ചിരിക്കുകയാണ്. ഇനി ആ വെള്ളത്തിലേക്ക് ഗ്രാമ്പു, ഏലക്ക, ബിരിയാണി കൈതയുടെ ഇല ഇവർ ഉണക്കി വെച്ചേക്കുന്നതാണ് കേട്ടോ. അതാണ് ഇങ്ങനെ ഇരിക്കുന്നത്. അതുകൂടി ഇവിടെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പാണ് ഇട്ട് കൊടുക്കുന്നത്. കറുകപ്പട്ട അങ്ങനെയുള്ള സാധനങ്ങളൊന്നും ഇരിപ്പില്ല കേട്ടോ. അതുകൊണ്ടാണ് ഉള്ള സാധനങ്ങൾ ഇട്ട് കൊടുത്തിരിക്കുന്നത്. ഇനി ഇതിലേക്ക് റൈസ് ഒട്ടിപ്പിടിക്കാതിരിക്കാൻ അല്പം വെളിച്ചെണ്ണ കൂടി ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി വെള്ളം നല്ലപോലെ ചൂടായി വന്നപ്പോഴത്തേക്കും എന്താണ് കുതിർത്തി വെച്ചിരിക്കുന്ന റൈസാണ് കേട്ടോ ഇട്ട് കൊടുത്തിരിക്കുന്നത്. അങ്ങനെ റൈസെല്ലാം ഇട്ട് കൊടുത്ത് ദാണ്ട തവി വെച്ച് ഒന്ന് ഇളക്കി വെച്ചാൽ മതി. ഇനി അത് തിളച്ച് വെന്തോളും. ഒരുപാട് സമയമൊന്നും എടുക്കരുത് കേട്ടോ. ഒന്ന് നോക്കി നിൽക്കണം, ഒരുപാട് വെന്ത് പോകാതെ. ഞാൻ ഇടയ്ക്കൊന്ന് അതിൻ്റെ തൊട്ട് പുറകെ ഒന്ന് ഇളക്കി നോക്കിയതാണ് കേട്ടോ. ആയിട്ടില്ല. ഒരു 10-20 മിനിറ്റ് വേണ്ടി വന്നു. ഇനി മുട്ട മസാല ചെയ്യാനായിട്ടുള്ള മസാലയാണ് ഇവിടെ റെഡിയാക്കി എടുക്കണം. അതിനായിട്ട് ഒരു പാനിലേക്ക് ആവശ്യത്തിന് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്ത് ചൂടായി വന്നപ്പോഴത്തേക്ക് അല്പം കടുക് ഇട്ട് പൊട്ടിച്ച് അതിലേക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന സവാളയും പച്ചമുളകും എല്ലാം കൂടി ഇട്ട് കൊടുത്ത് ഇനി കറിവേപ്പിലയും കൂടെ ഇട്ട് കൊടുത്ത് ഇനി അതിലേക്ക് 2-3 മല്ലിയില കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇനി പെട്ടെന്ന് വഴന്ന് വരാനായിട്ട് അല്പം ഉപ്പ് കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഒരുപാട് ഉപ്പ് ഇട്ട് കൊടുക്കേണ്ട, കുറച്ചൊന്ന് ഉപ്പിട്ട് കൊടുത്താൽ മതി. നമ്മൾ ബിരിയാണിയുടെ റൈസിന് ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ട്. അതിനെ ബാലൻസ് ചെയ്തുകൊണ്ട് ഉപ്പിട്ട് കൊടുത്താൽ മതി. എന്നിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. ഇതിൻ്റെ കൂടി തക്കാളി കൂടി അരിഞ്ഞിട്ട് കൊടുക്കേണ്ടതായിരുന്നു. തക്കാളി ഇവിടെ ഇല്ലാത്തതുകൊണ്ട് ദാണ്ട് തക്കാളിയുടെ സോസാണ് കേട്ടോ ഒഴിച്ച് കൊടുക്കുന്നത്. കുറച്ച് സോസ് ഒഴിച്ച് കൊടുക്കണം. തക്കാളിയുടെ സോസ് ഇടുമ്പോൾ വേറൊരു ടേസ്റ്റാണ്. ഇതിൽ നല്ലത് തക്കാളി തന്നെ ഇട്ട് ചെയ്യുന്നതാണ് കേട്ടോ. തക്കാളി ഇട്ടാലും ചിലർ സോസ് കൂടെ ഒഴിക്കും. ഇവിടെ ഫസീന സോസ് ഒഴിക്കാറില്ലായിരുന്നു, തക്കാളി ഇല്ലാത്തതുകൊണ്ട് മാത്രം ചെയ്തേക്കുന്നതാണ്. എന്നിട്ട് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കണം. അപ്പോഴേക്കും ദാണ്ട് ഇവിടെ റൈസ് വെന്തോന്ന് നോക്കുന്നതാണ് കേട്ടോ. അത്യാവശ്യം റൈസ് നല്ലതുപോലെ തിളച്ച് വെള്ളമൊക്കെ വലിയാൻ തുടങ്ങിയിരുന്നു. വേവ് നോക്കിയപ്പോൾ വെന്തത് കൊണ്ട് തന്നെ ദാണ്ട് കോരിയാണ് കേട്ടോ എടുക്കുന്നത്. അവളവിടെ റൈസ് കോരുന്ന സമയം കൊണ്ട് അതാണ്ട് സവാള വഴറ്റിയെടുക്കുകയാണ്. ഇനി ഇവിടെ മുട്ട പുഴുങ്ങിയെടുക്കണം കേട്ടോ. മുട്ട ബിരിയാണിയല്ലേ, അപ്പോൾ മുട്ട പുഴുങ്ങിയെടുക്കണം. അതിന് വേണ്ടി ദാണ്ട് ഇവിടെ കുക്കറിലാണ് മുട്ട പുഴുങ്ങിയെടുക്കുന്നത്. ആവശ്യത്തിന് മുട്ട ഇട്ട് കൊടുത്തിട്ട് അതിലേക്ക് കുറച്ച് ഉപ്പ് കൂടി ഇട്ട് കൊടുത്താണ് വേവിച്ചെടുക്കുന്നത്. ഒരു വിസിലടിച്ചാൽ മതി കേട്ടോ. മുട്ട പെട്ടെന്ന് തന്നെ വെന്ത് കിട്ടും.
ഏകദേശം ഇവിടെ മസാലയൊക്കെ സെറ്റായിട്ടുണ്ട്. ഇനി അതിലേക്ക് അതിൻ്റെ പൊടികളൊക്കെ ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ. ആദ്യം ആവശ്യത്തിന് മുളക് പൊടിയാണ് ഇട്ട് കൊടുക്കുന്നത്. ഇവിടെ ഇട്ടേക്കുന്നത് ഒരു 1.25 ടീസ്പൂൺ മുളക് പൊടി ഇട്ടിട്ടുണ്ട്. മസാല ഇടുമ്പോൾ അവരവരുടെ ഇഷ്ടത്തിനും ആവശ്യത്തിനും ഇടണം കേട്ടോ. ഇവിടെ മസാല കുറച്ച് മതി. എനിക്കായിരുന്നെങ്കിൽ കുറച്ചുകൂടെ വേണമായിരുന്നു. ഇവിടെ വാപ്പച്ചിക്കൊക്കെ മസാല വളരെ കുറവാണ്, എരിവ് കുറവായിരിക്കണം. ഇനി 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 2 ടീസ്പൂൺ ബിരിയാണി മസാലയാണ് കേട്ടോ ഇട്ട് കൊടുത്തിരിക്കുന്നത്. 1 ടീസ്പൂൺ ഗരം മസാല കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കണം. മസാലയുടെ പച്ചമണമൊക്കെ മാറി മസാല നല്ലപോലെ മൂത്ത് വരുന്നിടം വരെ വഴറ്റിയെടുക്കണം കേട്ടോ. അതിൻ്റെ ആ കളറ് മാറി വരണം. അപ്പോഴേക്കും താണ്ട് ഇവിടെ മുട്ടയൊക്കെ വിസിലടിച്ച് റെഡി ആയിട്ടുണ്ട് കേട്ടോ. ആ മുട്ടയൊക്കെ ചൂടാറുന്ന സമയം കൊണ്ട് ഇവിടെ സള്ളാസ് ഉണ്ടാക്കിയിട്ടുണ്ട്. കുറച്ച് സവോളയും അതിലേക്ക് 1 ക്യാരറ്റും ആവശ്യത്തിന് ഉപ്പുമൊക്കെ ഇട്ട് കൊടുത്ത് അപ്പോഴേക്കും താണ്ട് മുട്ട ഇവിടെ ചൂടാറി വന്ന് അതൊക്കെ പൊളിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമ്മൾ കുക്കറിലേക്കാണ് മുട്ട ബിരിയാണി സെറ്റ് ചെയ്യുന്നത്. അതിന് വേണ്ടിയിട്ട് ആദ്യം കുക്കറിൽ കുറച്ച് നെയ്യൊക്കെ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. അതിന് മുകളിലായിട്ട് റൈസാണ് കേട്ടോ ഇട്ട് കൊടുക്കുന്നത്. അതിന് ശേഷം നമ്മളിവിടെ മുട്ട താണ്ട മസാല പിടിക്കാനായിട്ട് നല്ലതുപോലെ ഒന്ന് വരഞ്ഞ് കീറിയാണ് ഇട്ട് കൊടുക്കുന്നത്. അപ്പോൾ പെട്ടെന്ന് മസാലയൊക്കെ ഒന്ന് പിടിക്കും കേട്ടോ. അതിന് വേണ്ടിയിട്ട് താണ്ട മുട്ടയെല്ലാം കൂടെ വരഞ്ഞ് ഇട്ട് കൊടുത്ത ശേഷം അല്പം വെള്ളം ആ മസാലയിലേക്ക് ഒഴിച്ചിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് നല്ലതുപോലെ ഒന്ന് തിളച്ച് ആ ഗ്രേവി ഒന്ന് പിടിക്കുവാൻ വേണ്ടിയിട്ടാണ്. നമുക്ക് ഡ്രൈ ആയിട്ടിരിക്കുമായിരുന്നു. അപ്പോൾ ഇച്ചിരി ഒന്ന് നല്ലതുപോലെ മസാലയൊക്കെ ഒന്ന് മുട്ടയിൽ പിടിക്കാൻ വേണ്ടിയിട്ടാണ് അല്പം വെള്ളം ഒഴിച്ച് കൊടുത്തത്. ഇനി മൊത്തം 8 മുട്ട എടുത്തിട്ടുണ്ട്. ഇവിടെ ഒരു 4 മുട്ട ഫസ്റ്റ് ലെയറിൽ അടുക്കി കൊടുക്കുന്നുണ്ട് കേട്ടോ. ഒന്ന് നിരത്തിയ ശേഷം അതിലേക്ക് കുറച്ച് മല്ലിയിലയും പുതിനയിലയൊക്കെയാണ് ഇട്ട് കൊടുക്കുന്നത്. വേണമെങ്കിൽ നെയ്യ് ഒഴിച്ച് കൊടുക്കാം. ഞങ്ങളിവിടെ നെയ്യ് സ്കിപ്പ് ചെയ്തതാണ്. ഒരുപാട് നെയ്യ് ഒഴിച്ച് ചോറിലേക്ക് ഇടാത്തതാണ്. നമുക്ക് ആ ടേസ്റ്റ് ഇഷ്ടമല്ല, അതുകൊണ്ട് തന്നെയാണ്. അതിനുശേഷം ഇനി അടുത്ത ലെയർ റൈസ് നിരത്തി കൊടുക്കണം. അങ്ങനെ റൈസൊക്കെ നല്ലതുപോലെ നിരത്തി കൊടുത്ത് കഴിഞ്ഞ് ബാക്കി മുട്ടയും മസാലയും എല്ലാം കൂടെ വെച്ച് കൊടുക്കുകയാണ് കേട്ടോ. എന്നിട്ടും ഇതുപോലെ തന്നെ ലെയർ സെറ്റ് ചെയ്താൽ മതി. നമ്മൾ ആദ്യം ചെയ്ത പോലെ തന്നെ കുറച്ച് മല്ലിയിലയും പുതിനയിലയും എല്ലാം ഇട്ട് കൊടുത്ത് പിന്നെയും ലെയർ സെറ്റ് ചെയ്യുകയാണ് കേട്ടോ. അതിന് മുകളിലായിട്ട് ബാക്കിയിരിക്കുന്ന റൈസ് ഇട്ട് കൊടുക്കും. റൈസൊക്കെ ഇട്ട് കൊടുത്തതിന് ശേഷം ഒരല്പം നെയ്യ് ഒഴിച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഒരുപാടല്ല, ഒരല്പം നെയ്യ് മാത്രം ഒന്ന് ഇറ്റിച്ച് കൊടുക്കുന്നുണ്ട്. നെയ്യുടെ ടേസ്റ്റ് ഇഷ്ടമില്ലാത്തതുകൊണ്ടാണ്, അല്ലെങ്കിൽ നല്ലതുപോലെ നെയ്യ് ഒഴിക്കേണ്ടതാണ്. ഇനി ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കുന്നത് റോസ് വാട്ടറാണ് കേട്ടോ. കുറച്ച് റോസ് വാട്ടർ ഒന്ന് കൈക്ക് തളിച്ച് കൊടുക്കുകയാണ് ചെയ്തത്. അവളിങ്ങനെ ഗ്ലാസ്സിൽ ഒഴിച്ച് കൊടുത്തത് മാത്രമേ ഉള്ളൂ. അതിനുശേഷം ഏറ്റവും ടോപ്പ് ലെയറിൽ മല്ലിയിലയും പുതിനയിലയൊക്കെ ഇട്ടൊന്ന് ഡെക്കറേറ്റ് ചെയ്യുന്നുണ്ട്. നല്ല രീതിയിലൊന്ന് ഡെക്കറേറ്റ് ചെയ്യാൻ എണ്ണ ഏൽപ്പിച്ചാണ് ഞാനത് വളരെ വലിച്ച് വാരി കുളമാക്കി വെച്ചിട്ടുണ്ട്. ഇനി ഇതിന് സൈഡായി വരുന്ന പപ്പടമാണ് കേട്ടോ പൊരിച്ചെടുക്കുന്നത്. ഒരു പുതിനയില ചമ്മന്തി കൂടി അടച്ച സെറ്റപ്പായിരുന്നു. അതിനുള്ള ക്ഷമയൊന്നും കിട്ടിയില്ല കേട്ടോ. ചോറിനാനായിട്ട് സമയം അതിക്രമിച്ചിരുന്നു. കാരണം പള്ളിയൊക്കെ വിട്ടു വന്നിട്ട് മക്കൾ ബഹളം വെച്ചു, വിശക്കുവാന്ന് പറഞ്ഞു. അതുകൊണ്ട് പുതിനയില ചമ്മന്തി ഒന്നും അരയ്ക്കാൻ നിന്നില്ല. പപ്പടവും പൊരിച്ചെടുത്ത് സള്ളാസുണ്ട്, പിന്നെ അച്ചാറൊക്കെ ഇരിപ്പുണ്ട്. അതുകൊണ്ട് തന്നെ ഇത്രയും മതിയെന്ന് വെച്ചു. അതാണ്ടേ മുട്ട ബിരിയാണി സെറ്റ് ചെയ്യുന്നതിനൊരു പ്രത്യേക വശമുണ്ട് കേട്ടോ. ഫസീനയ്ക്ക് അറിയത്തുള്ളൂ. എന്നിട്ടും മുട്ട വരഞ്ഞിട്ടതിൻ്റെ കൂടുതൽ കൊണ്ട് മുട്ട മുറിഞ്ഞൊക്കെ പോയിട്ടുണ്ട് കേട്ടോ. വരഞ്ഞത് ഇച്ചിരി കൂടിപ്പോയി. അതുകൊണ്ടാണ് കുറച്ച് കോരിയെടുത്ത് ബേസണിലാക്കിയ ശേഷം അവൾ തവി കൊണ്ട് തന്നെ സെറ്റ് ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ മുട്ട ബിരിയാണി, പപ്പടം, സല്ലാസ് എല്ലാം ഇവിടെ സെറ്റായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. എന്നാൽ ഞാനൊന്ന് കഴിച്ച് നോക്കാമെന്ന് വിചാരിച്ചോട്ടെ. ഇതിന് മുമ്പ് ഫസീന ഇങ്ങനെ ഉണ്ടാക്കി കഴിച്ചിട്ടുണ്ട്. അടിപൊളി ടേസ്റ്റ് തന്നെയായിരുന്നു. ഇതൊരുപാട് നാൾ കൂടി പിന്നെ ഉണ്ടാക്കിയതാണെന്ന് മാത്രം. അടിപൊളിയായിരുന്നു കേട്ടോ. നല്ല ടേസ്റ്റായിരുന്നു, ഒന്നും പറയാനില്ല. ഒരുപാട് എരിവൊന്നുമില്ല കേട്ടോ. മസാലയൊക്കെ കറക്റ്റ് തന്നെയായിരുന്നു. മക്കൾക്കാണേലും ഇഷ്ടപ്പെട്ടു. അവർക്ക് കഴിക്കാൻ എളുപ്പമായിരുന്നു. അവർക്ക് പറ്റിയ രീതിയിലാണ് ബിരിയാണി ഇവിടെ റെഡി ആയിരിക്കുന്നത്. അതിന് ശേഷം ഞങ്ങൾ അപ്പുറം വീട്ടിലേക്ക് അത്താത്ത അടുത്തേക്ക് പോകാനായിട്ട് ഇറങ്ങിയതാണ് കേട്ടോ. ഞാനും സൈറാമോളും മക്കളും കൂടെയാണ് പോകുന്നത്. അപ്പോൾ നമ്മൾ വീട്ടിൽ ചെന്നപ്പോഴത്തേനും അവിടെ എന്തൊക്കെയോ 2 ശാസ്ത്രജ്ഞന്മാർ കൂടി ഉണ്ടാക്കുമായിരുന്നു കേട്ടോ. എന്തൊക്കെ പരിപാടിയാണെന്ന് പിന്നീട് ഞാൻ കാണിച്ചു തരാം. ഇതവന്മാർ തുടങ്ങുന്നതേ ഉള്ളൂ. എന്തോ ലൈറ്റ് ഉണ്ടാക്കുക എന്നൊക്കെയാണ് പറഞ്ഞത്. എന്തൊക്കെയോ ഇട്ട് മുറിക്കുകയോ വെട്ടുകയൊക്കെ ചെയ്യുന്നത് കണ്ടു. എന്താണെങ്കിലും ഞങ്ങളിവിടെ വർത്താനമൊക്കെ പറഞ്ഞ് മാറിയിരുന്നു കേട്ടോ. അവന്മാർ ചെയ്യട്ടെന്ന് വിചാരിച്ച് ചെന്നുകൊണ്ട് ഞങ്ങൾക്ക് പായസമൊക്കെ കിട്ടിയിട്ടുണ്ട് കേട്ടോ. ബിരിയാണി കഴിച്ച ഉടനെ ആയതുകൊണ്ട് തന്നെ ഞാൻ കുറച്ച് കഴിഞ്ഞ് മതി പായസം എന്ന് പറഞ്ഞു. അവിടെ പായസമൊക്കെ ഇവിടെ അടിപൊളിയായിട്ട് വെച്ചിട്ടുണ്ട്. ഈ റെസിപ്പി ഞാൻ പിന്നീട് കാണിച്ചു തരാം കേട്ടോ. സൂചി ഗോതമ്പ് കൊണ്ട് പായസം വെക്കാമെന്ന് എനിക്കും അറിയത്തില്ലായിരുന്നു. ചിന്നമ്മയാണ് ഓരോ കാര്യങ്ങളും പറഞ്ഞ് പഠിപ്പിച്ചതെന്ന്. ഇതുപോലെ തന്നെ വേറൊരു ചിന്നമ്മ കൂടിയുണ്ട് കേട്ടോ. കോതമംഗലത്തുള്ള ചിന്നമ്മയാണ് ആദ്യം വെച്ച് ഞങ്ങൾ പായസം കുടിച്ചത്. അത് കഴിഞ്ഞപ്പോൾ ഇവർ പറഞ്ഞു തന്നു പായസം വെക്കുന്നത് എങ്ങനെയാണെന്നങ്ങനെ. ഞാനൊരിക്കൽ വീട്ടിൽ വെച്ചിട്ടുണ്ട്. വീട്ടിൽ വലുതായിട്ട് ചിലവാകില്ല കേട്ടോ. കാരണം വീട്ടിലെല്ലാവർക്കും സേമിയയും അടയൊക്കെയാണ് ഇഷ്ടം. അതുകൊണ്ട് തന്നെ സൂചി ഗോതമ്പും കൊണ്ട് വെച്ച് കഴിഞ്ഞാൽ ബാക്കിയാകും. അപ്പോൾ ഇങ്ങനെയുള്ളപ്പം എല്ലാവരും കൂടെ ഒരുമിച്ച് കൂടുമ്പോഴൊക്കെ വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ പെട്ടെന്ന് ചിലവാകും കേട്ടോ.
അതുപോലെ തന്നെ ഇത്രയും പായസം വെച്ചെങ്കിലും വൈകിട്ട് ഞങ്ങൾ വരാറായപ്പോഴത്തേന് പായസ പാത്രത്തിൽ കുറച്ച് പായസമേ ബാക്കി ഉണ്ടായിരുന്നുള്ളൂ. കുടിച്ചവർ അടിപൊളിയാന്ന് പറഞ്ഞെങ്കിലും മുട്ട ബിരിയാണി നിന്ന് വയറ് നിറഞ്ഞിരിക്കുന്നതുകൊണ്ടാണ് പായസം കുടിക്കാൻ താമസിച്ചത്. സത്യമാണ് കേട്ടോ, ചൂട് പോകാതിരിക്കാൻ വേണ്ടി ചിന്നമ്മ അടച്ചു വെച്ചിരുന്നു. എല്ലാവർക്കും ഒരേ ചൂടി കുടിക്കാൻ വേണ്ടിയിട്ട് അടിപൊളി പായസമാണ് കേട്ടോ. എൻ്റെ പായസം കൂടിയും സൂപ്പറാണെന്നുള്ള പറച്ചിലൊക്കെ നോക്കി കുട്ടിപ്പട്ടാളങ്ങൾ നോക്കിയിരുന്ന് എന്നെ കളിയാക്കുന്നതാണ് ഞാൻ എന്നാ പറയുന്നതെന്ന്. കാരണം ഞാൻ പായസം കുടിക്കാൻ താമസിച്ചെന്ന് പറഞ്ഞില്ല, ഞാൻ വയറ് നിറഞ്ഞിട്ടാണ് ഇവരോട് പറഞ്ഞെങ്കിൽ ഇവർ പറയുന്നത് പായസം കൊള്ളത്തില്ലെന്ന് ഓർത്ത് കുടിക്കാത്തതാണെന്നല്ല. എനിക്ക് ഈ പായസം നല്ലതാണെന്ന് തന്നെ അറിയാം. മുട്ട ബിരിയാണി തട്ടിയ ക്ഷീണമാണെന്ന് ഇവർക്കറിയില്ലല്ലോ. അങ്ങനെ ദാണ്ട് എൻ്റെ ഒപ്പം തന്നെ സൈറാമോളും പായസം കുടിക്കാനൊക്കെ ഇരുന്നിട്ടുണ്ട് കേട്ടോ. ആ ഒരു പരവേശമുള്ളൂ, മുഴുവൻ കുടിച്ചിട്ടൊന്നുമില്ല. പകുതി കുടിച്ച് കഴിഞ്ഞപ്പോൾ സൈറാമോളും മടുത്തു. അങ്ങനെ കുട്ടിപ്പട്ടാളങ്ങളുടെ ഇടയിൽ വഴക്കൊക്കെ കഴിഞ്ഞ് അത്താത്തായെ കാണാനായിട്ട് കയറിപ്പോയി കേട്ടോ. അത്താത്ത ഇവിടെ പായസം കൂടിയൊക്കെ കഴിഞ്ഞ് കുറേ നേരമായിരിക്കുമോ എന്ന് പറഞ്ഞു. നല്ല പായസമായിരുന്നു അത്താത്തായും പറഞ്ഞു. എന്നിട്ട് വേണ്ട കടിഞ്ചായൊക്കെ കിട്ടി കേട്ടോ. അത്താത്താക്ക് കാലിനൊരു ചെറിയ മുറിവുണ്ട്, അതിലിങ്ങനെ വിഷമിച്ചിരിക്കുകയാണ്. എന്നോട് കാലിൻ്റെ വിശേഷങ്ങളൊക്കെ പറഞ്ഞ് കാലിൻ്റെ മുറിവ് എവിടെയാണെന്ന് കാണാൻ പറ്റുന്നില്ലെന്നാണ് അത്താത്ത പറയുന്നത്. അതുകൊണ്ടിത് അമ്മച്ചി രാവിലെയും വൈകിട്ടും വന്ന് ക്ലീൻ ചെയ്ത് കെട്ടിക്കൊടുക്കുന്നതാണ് കേട്ടോ. ഡ്രസ്സിങ്ങൊക്കെ അമ്മച്ചിയാണ്. അത്താത്ത അതിൻ്റെ വിശേഷങ്ങളൊക്കെ എന്നോട് പറയുവാണ്. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ വരാഞ്ഞിട്ട് അത്താത്ത എന്നോട് പരാതി പറഞ്ഞു. അങ്ങനെ ആ പരാതി തീർത്ത് കൊടുക്കാൻ ഞാൻ കുറേ നേരം അത്താത്ത റോഡിരുന്ന് വർത്താനൊക്കെ പറഞ്ഞു കേട്ടോ. കാരണം അമ്മച്ചിയൊക്കെ കോതമംഗലം പോയി നല്ല അടിപൊളി കപ്പയാന്ന് പറഞ്ഞു കേട്ടോ വാങ്ങിച്ചുകൊണ്ട് വന്ന് എല്ലാവർക്കും വീതം വെച്ചാണ്. ഇതിലൊരു വീതം എനിക്കും ഉണ്ട് കേട്ടോ. ഒരുപാട് നാളുകൂടി കപ്പ കഴിച്ചപ്പോൾ നല്ല കപ്പയായിരുന്നെന്ന് പറഞ്ഞു, അതുകൊണ്ട് തന്നെ വാങ്ങിച്ചുകൊണ്ട് വന്നതാന്ന് പറഞ്ഞു. ഇനി ഇതെല്ലാം കഴിഞ്ഞ് പോകാനായിട്ട് ഇറങ്ങുന്നതിന് മുമ്പായിട്ട് മാഹി കൊച്ചത്താ വരുമെന്ന് പറഞ്ഞു. എങ്കിൽ ഇത് കണ്ടിട്ട് പോകാമെന്ന് ഓർത്തു. അപ്പോൾ അതുകൊണ്ട് നമ്മുടെ കുട്ടിപ്പട്ടാളങ്ങൾ ഇവിടെ ഉണ്ടാക്കിയത് എന്താണെന്ന് നോക്കാനായിട്ട് കയറി വന്നതാണ് കേട്ടോ. ഇപ്പം തീരും, ഇപ്പം കാണിച്ചു തരാമെന്നൊക്കെ എൻ്റെ അടുത്ത് പറഞ്ഞു. ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം, ഇത് ഇരുട്ട് റൂമിൽ കാണിച്ചാലേ സെറ്റപ്പ് ആവുള്ളൂ പറഞ്ഞു. അവന്മാർ മിടുക്കന്മാരാണ് കേട്ടോ. അതാണ്ട് ഒപ്പിച്ചെടുത്തു. പല കളറിലുള്ള ലൈറ്റാണെന്ന് ആദ്യമേ പറഞ്ഞിരുന്നു കേട്ടോ. എന്താണെങ്കിലും അവന്മാരുണ്ടാക്കി. ഒരു ലൈറ്റ് ഫിറ്റിംഗ് ആണ് എന്നാണ് അവന്മാർ പറഞ്ഞത്. എന്നാലും അടിപൊളിയായിട്ട് അവന്മാർ 2 കളറ് നീലയും പച്ചയായിട്ട് ലൈറ്റ് ഫിറ്റ് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. ഒരു ബേസ് ബോർഡ് കഷ്ണത്തേലാണ്. കൂടെ എല്ലാ കുട്ടിപ്പട്ടാളങ്ങളും കൂടിയിട്ടുണ്ട്. ഇതിൻ്റെ ഭംഗി കൂടുതൽ ഇരുട്ട് റൂമിലാണെന്ന് പറഞ്ഞതുകൊണ്ട് അവന്മാർ ഇരുട്ട് റൂമിൽ കൊണ്ടുവന്ന് കത്തിച്ച് കാണിക്കുകയാണായിട്ട്. ശരിയാണ്, ഏറ്റവും ഭംഗിയായിട്ട് തോന്നുന്നത് ഇരുട്ടുള്ള സ്ഥലങ്ങളിൽ ആ ലൈറ്റ് തെളിയിച്ചപ്പോഴാണ്. മാമച്ചനും മോൻ്റെ കൂട്ടുകാരനാണ് കേട്ടോ ഒരാൾ. രണ്ടുപേരും കൂടി ഈ ലൈറ്റ് ഉണ്ടാക്കാനായിട്ട് കുറേ നേരമായിട്ടുള്ള മെനക്കേടായിരുന്നു. കുറച്ച് കഴിഞ്ഞ് കുട്ടിപ്പട്ടാളങ്ങളെ ഒന്നും കാണുന്നില്ല. അങ്ങനെ വെളിയിലേക്ക് ഇറങ്ങി നോക്കിയപ്പോൾ ദാണ്ട് ലൈറ്റ് ഉണ്ടാക്കാൻ വന്ന് ആ കൂട്ടുകാരൻ കൊച്ച് പോവുകയാണ് കേട്ടോ. അവനെ യാത്രയാക്കാനാണ് കുട്ടിപ്പട്ടാളങ്ങളെല്ലാം ഇറങ്ങി നിൽക്കുന്നത്. അങ്ങനെ ദാണ്ട് അവൻ അങ്ങ് വീട്ടിലേക്ക് പോയി. ഇവിടെ തൊട്ടടുത്ത് തന്നെയാണ് കേട്ടോ അവൻ്റെ വീട്. മാഹിം കൊച്ചത്തായെ വെയിറ്റ് ചെയ്ത് നിന്ന് മാഹിം കൊച്ചത്ത വളരെ താമസിച്ച് പോയി വരാനായിട്ട്. എങ്കിലും കൊച്ചത്തായെ കണ്ട ശേഷം ഞങ്ങളും അധികം താമസിക്കാതെ തന്നെ ഇറങ്ങി കേട്ടോ. കൊച്ചത്ത വന്ന് കുറച്ച് നേരം ഒന്ന് വർത്താനം പറഞ്ഞു. പെട്ടെന്ന് തന്നെ ഞങ്ങളും ഇറങ്ങി. അപ്പോൾ ഇന്ന് ഒരു അടിപൊളി ദിവസമായിരുന്നു കേട്ടോ. വളരെ സന്തോഷമായിരുന്നു. ഒരുപാട് നാൾ കൂടിയാണ് ഞാൻ എല്ലാവരുടെ ഒപ്പം കൂടാനായിട്ട് ഇറങ്ങി വരുന്നത്. അപ്പോൾ കൂട്ടുകാരെ, ഇന്നത്തെ വിശേഷങ്ങൾ ഇത്രയൊക്കെ തന്നെയായിരുന്നു കേട്ടോ. ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന ഏതെങ്കിലും കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുതേ. കൂടുതൽ വിശേഷങ്ങളൊക്കെ ആയിട്ട് അടുത്തൊരു വീഡിയോയിൽ കാണാം. ബൈ ബൈ.